Dears, once again welcome back to Lovely Shouts. Lovely Shoutsന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. നമുക്കറിയാം +1 ഇംഗ്ലീഷിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ദ ട്രിപ്പ് ഓഫ് ലേ ഹോള എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഒരു ഹോട്ട് എയർ ബലൂണിൽ നടത്തിയ ട്രാവൽ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ്. ഗേ ഡി മൊപ്പസൻ്റ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്ന കാര്യങ്ങളെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ എല്ലാ പോയിന്റുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ട്രാവൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രാവൽ എസ്സേ, ട്രാവലോഗ്, അതേപോലെ തന്നെ ലൈവ് TV റിപ്പോർട്ട്, നമ്മുടെ ഈ ലേഹോളയുടെ ടേക്ക് ഓഫ്, അതേപോലെ തന്നെ ലാൻഡിങ്, ഇതിൻ്റെയൊക്കെ ലൈവ് TV റിപ്പോർട്ടും ചോദിക്കാറുണ്ട്. പിന്നെ ഡൂസ് ആൻഡ് ഡോൺസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ്. ലാസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് പോവാണ്. നോക്കാം. ചാപ്റ്റർ നമ്പർ 9, ദ ട്രിപ്പ് ഓഫ് ലേ ഹോള. ദ ട്രിപ്പ് ഓഫ് ലേ ഹോള ഇസ് എ ട്രാവൽ എക്സ്പീരിയൻസ് റിട്ടൺ ബൈ ഗേ ഡി മൊപ്പസൻ്റ്. ഗേ ഡി മൊപ്പസൻ്റ് എഴുതിയ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് ദ ട്രിപ്പ് ഓഫ് ലേ ഹോള എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോക്കൂ, ഇറ്റ്സ് അബൌട്ട് എ റൈഡ് ഇൻ എ ഹോട്ട് എയർ ബലൂൺ. ഒരു ചുടുകാറ്റ് നിറച്ച ഒരു ബലൂണിൽ നടത്തിയ ഒരു റൈഡിനെ കുറിച്ചുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ്, ട്രാവൽ എസ്സേ ആണ് ഈ ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതൊരു ഹോട്ട് എയർ ബലൂണിൽ നടത്തിയ ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. ദിസ് ഈസ് എ ത്രില്ലിംഗ് ബലൂൺ ജേർണി ഫ്രം പാരീസ് ടു ബെൽജിയം. അപ്പോൾ പാരീസിൽ നിന്നും ബെൽജിയത്തിലേക്ക് ബെൽജിയത്തിൻ്റെ ബോർഡറായ പാരീസ്, അവിടെ നിന്നും നടത്തിയ ഒരു ത്രില്ലിംഗ് ബലൂൺ ജേർണിയെക്കുറിച്ചാണ് ഇതിലൂടെ ഗേ ഡി മൊപ്പസൻ്റ് നമുക്ക് വിവരിച്ചു തരുന്നത്. The writer and his other 4 friends travel in a hot air balloon called Le Horla. അപ്പോൾ ലേ ഹോള എന്ന ബലൂണിൽ റൈറ്ററും അതായത് ഗേ ഡി മൊപ്പസൻ്റും അദ്ദേഹത്തിൻ്റെ 4 സുഹൃത്തുക്കളും നടത്തിയ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹോട്ട് എയർ ബലൂണാണ്. ചുടുകാറ്റ് നിറച്ചാൽ നമുക്കറിയാം ബലൂണ് മുകളിലേക്ക് പറന്നു പൊങ്ങും. അങ്ങനെ നടത്തിയ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് ഈ ട്രിപ്പ് ഓഫ് ലേ ഹോള എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. They were Lieutenant Mallet, Mr. Etienne Beer, M. Paul Besant, Gay De Maupassant, the author and Captain Jarvis. അപ്പോൾ ബലൂണിൽ യാത്ര ചെയ്യാനുണ്ടായിരുന്ന വ്യക്തികളാണ്, സഹയാത്രക്കാരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റനൻറ്റ് മെല്ലറ്റ് ഉണ്ട്, എറ്റനിയർ ബിയർ ഉണ്ട്, പോൾ ബെസൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഗേ ഡി മൊപ്പസൻ്റ് ഉണ്ട്, പിന്നെ ഓദർ അതായത് ഗേ ഡി മൊപ്പസൻ്റ് ആൻഡ് ക്യാപ്റ്റൻ ജോവിസ്. അപ്പോൾ ഇവരൊക്കെയായിരുന്നു ഇതിലെ യാത്രക്കാർ. മൊത്തം 5 പേര്. ക്യാപ്റ്റൻ ജോവിസ് വാസ് ദെയർ ലീഡർ. അപ്പോൾ ക്യാപ്റ്റൻ ജോവിസ് ആണ് അവരുടെ ലീഡർ, ക്യാപ്റ്റന്. അപ്പോൾ ഈ യാത്രയുടെ ക്യാപ്റ്റൻ ജോവിസ് ആയിരുന്നു. ദെയർ ജേർണി സ്റ്റാർട്ട്സ് ഫ്രം ലാവിലറ്റ ഇൻ പാരീസ്. പാരീസിലെ ലാവിലറ്റയിൽ നിന്നാണ് അവർ യാത്ര ആരംഭിച്ചത്. അറ്റ് 5 o'clock അതായത് ഗേ ഡി മൊപ്പസൻ്റ് റീച്ച് ലാവിലറ്റ ഫോർ ദി ബലൂൺ ട്രിപ്പ്. അങ്ങനെ ക്യാപ്റ്റൻ ജോവിസ് ഒരു ടെലഗ്രാം അയച്ചിരുന്നു ഗേ ഡി മൊപ്പസൻ്റിന് എത്താൻ വേണ്ടി. അതനുസരിച്ച് അദ്ദേഹം 5 മണിക്ക് വൈകിട്ട് 5 മണിക്ക് കറക്റ്റ് ഷാർപ്പ് 5 o'clock അദ്ദേഹം ലാവിലറ്റയിലെ ഗ്യാസ് വർക്ക് സ്റ്റേഷൻ്റെ അടുത്ത് എത്തുകയാണ് ബലൂൺ ട്രിപ്പിന് വേണ്ടി. ദെൻ the balloon was laying there like a cake made of yellow cloth flat on the ground under a rope. അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് ബലൂണ് അവിടെ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ആ ബലൂണ് കണ്ടപ്പോൾ യെല്ലോ ക്ലോത്ത് കൊണ്ടുണ്ടാക്കി ഒരു കേക്ക് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഗ്രൗണ്ടിൽ ആ ബലൂണ് കിടക്കുന്നുണ്ട്, ഒരു കയറിന് താഴെയായിട്ട് ഗ്രൗണ്ടിൽ ഒരു കേക്ക്, അതായത് യെല്ലോ ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു കേക്ക് പോലെയാണ് അതിൻ്റെ അപ്പിയറൻസ് അദ്ദേഹത്തിന് തോന്നിയത്. There were many people to witness the take off the balloon. ബലൂണിൻ്റെ ടേക്ക് ഓഫ് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി, സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഇഷ്ടം പോണ ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം കാണികൾ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ there was a nice little square basket for human cargo. മനുഷ്യന്മാരെ വഹിക്കാൻ വേണ്ടി ചെറിയ ഒരു സ്ക്വയർ ബാസ്ക്കറ്റ്, മനോഹരമായ ഒരു നൈസ് സ്ക്വയർ ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ മഹാഗണി പ്ലേറ്റ് ഉണ്ട്, ഗോൾഡൻ ലെറ്റേഴ്സിൽ ലേ ഹോള എന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ കാർഗോയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ബോക്സിലാണ് അല്ലെങ്കിൽ ആ സ്ക്വയർ ബാസ്ക്കറ്റിലാണ് ആൾക്കാർ കയറി നിന്ന് യാത്ര ചെയ്യാം. സഡൻലി ഗ്യാസ് ബിഗാൻ ടു എൻ്റർ ഇൻ ടു ദ ബലൂൺ ത്രൂ എ ലോങ് ട്യൂബ് ഓഫ് യെല്ലോ ക്ലോത്ത്. പെട്ടെന്ന് ബലൂണിലേക്ക് കാറ്റ് നിറയാൻ തുടങ്ങി. കാരണം ബലൂണ് വീർക്കണം, യാത്രക്കാർക്ക് പോകണം. അപ്പോൾ പെട്ടെന്ന് ബലൂണിലെ യെല്ലോ ക്ലോത്തിലേക്ക് കാറ്റ് നിറയാൻ തുടങ്ങി.
ഒരു ലോങ് ട്യൂബിലൂടെ അങ്ങനെ ഗ്യാസ് പ്രവേശിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് സെല്ലിംഗ് ആൻഡ് അൺജുലേറ്റിംഗ് ലൈക്ക് ആൻ എനോമസ് വോം. കാറ്റ് കടക്കുന്ന സമയത്ത് ബലൂൺ അങ്ങനെ വീർത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അൺജുലേറ്റിംഗ് ലൈക്ക് ആൻ എനോമസ് വോം, വലിയ ഒരു പുഴുവിനെ പോലെ അതങ്ങനെ ആടി ഉലയുകയും വീർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ ബലൂണ്. This scene made them think that it was like nature itself nourishing being until their births. അപ്പോൾ ഈ ബലൂണിലേക്ക് കാറ്റ് കയറുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് വന്ന ചിന്തയാണ്, അത് കണ്ടപ്പോൾ അവർക്ക് തോന്നിയതാണ് പ്രകൃതി ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ജീവി ജനിക്കുന്നത് വരെ അതിന് പ്രകൃതിയാണ് ഭക്ഷണം നൽകുന്നത്. അത്തരം ഒരു ചിന്തയാണ് അവരുടെ മനസ്സിലേക്ക് വന്നത്. പ്രകൃതി അതിലെ ജീവജാലങ്ങൾക്ക് ജനിക്കുന്നത് വരെ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് ഭക്ഷണം നൽകുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ബലൂണിലേക്ക് കാറ്റ് കയറുന്ന സമയത്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നത്. ദ ബലൂൺ വാസ് സ്റ്റിൽ ഗ്രോയിങ് സ്ലോലി. കാറ്റങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ബലൂൺ അങ്ങനെ വീർത്തുകൊണ്ടിരിക്കുന്നു, വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു. ക്യാപ്റ്റൻ ജോയിസ് ആൻഡ് ഹിസ് അസിസ്റ്റൻസ് വെർ ബിസി വിത്ത് ലാസ്റ്റ് ഡീറ്റെയിൽസ്. അങ്ങനെ ക്യാപ്റ്റൻ ജോയിസും അസിസ്റ്റൻസും അവർ ലാസ്റ്റ് മിനുക്ക് പണികളിൽ അങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യാത്രക്ക് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. Then the travelers went to dine in the canteen of gas works. അങ്ങനെ ഗ്യാസ് വർക്ക് സ്റ്റേഷനിലെ ക്യാൻറ്റീനിലേക്ക് ട്രാവലേഴ്സ് പോവാൻ ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാവരും യാത്ര തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഗ്യാസ് വർക്ക് സ്റ്റേഷനിലെ ക്യാൻറ്റീനിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു. When they came out again, balloon was enlarging and swaying. അങ്ങനെ അവർ പുറത്തേക്ക് വന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. ആ സമയത്തും ബലൂൺ അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആടി ഉലയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. swaying മീൻസ് ആടിയുലയ. ബലൂൺ അങ്ങനെ ആടിയുലയുന്നുണ്ട്. കാരണം അത്രക്കും വലിയ ഒരു ബലൂണാണ്. കാറ്റ് അങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. Then it was like a prodigious golden fruit, a fantastic pear. അപ്പോൾ ആ ബലൂണിലേക്ക് കാറ്റങ്ങനെ കയറുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത അല്ലെങ്കിൽ അവർക്കത് ബലൂണിനെ തോന്നിയത് ഒരു മനോഹരമായ ബിഗ് ഗോൾഡൻ ഫ്രൂട്ട് പോലെയായിരുന്നു. വലിയ ഗോൾഡൻ ഫ്രൂട്ട്, സുവർണപ്പഴം പോലെ. ഫാന്റാസ്റ്റിക് പിയർ പഴം പോലെയായിരുന്നു. ഫാന്റാസ്റ്റിക് ഒരു അത്ഭുതകരമായ വളരെ വലിയ ഒരു പിയർ പഴം പോലെ അല്ലെങ്കിൽ ഒരു സുവർണ പഴം പോലെയായിരുന്നു അവർക്ക് ആ ബലൂണിനെ കണ്ടപ്പോൾ തോന്നിയത്. The basket was attached barometers, siren, 2 trumpets, eatables, raincoats and overcoats, bits of paper, sand to balance weight were also brought up. അങ്ങനെ യാത്ര തുടങ്ങാനിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. കൊട്ട ബലൂണിനോട് അറ്റാച്ച് ചെയ്തു. ബാരോമീറ്റേഴ്സ് കൊണ്ടുവന്നു. സൈറൻ കൊണ്ടുവന്നു. 2 ട്രംപറ്റ്സ് കൊണ്ടുവന്നു. ഈറ്റബിൾസ് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. റെയിൻ കോട്ട്സ്, ഓവർ കോട്ട്സ്, പേപ്പറിൻ്റെ കഷ്ണങ്ങൾ, ബിറ്റ്സ് ഓഫ് പേപ്പേഴ്സ്, സാൻഡ് ടു ബാലൻസ്, കുറച്ച് മണ്ണ്, കല്ല്, ബലാറ്റ്സ്, കല്ല്, മണ്ണ്, മണൽ, അതൊക്കെ വെയിറ്റ് ബാലൻസ് ചെയ്യാനും മുകളിലേക്ക് പോകുന്ന സമയത്ത് താഴോട്ട് വീഴുന്ന സമയത്ത് മുകളിലേക്ക് പോകാനുള്ള സാധനങ്ങൾ, നിലത്തേക്ക് അങ്ങനെ സാധനങ്ങളിടും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ബലൂണിലേക്ക് കൊണ്ടുവന്നു. ലെഫ്റ്റനൻറ്റ് മെല്ലറ്റ് jumped to the basket first and climbed on the aerial net between the basket and the balloon. ആദ്യം ലെഫ്റ്റനൻറ്റ് മല്ലറ്റാണ് കൊട്ടയിലേക്ക് ചാടിയത്. എന്നിട്ട് അദ്ദേഹം മുകളിലേക്ക് കയറി, നെറ്റിലേക്ക് കയറി. കാരണം അദ്ദേഹം അവിടെ നിന്ന് ബലൂണിൻ്റെ യാത്ര മുഴുവനും വീക്ഷിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ കൊട്ടയുടെയും ബലൂണിൻ്റെയും ഇടയിലുള്ള വലയിലേക്ക് അദ്ദേഹം ചാടിക്കയറി, കൊട്ടയിലേക്ക് ചാടിക്കയറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറുകയും ചെയ്തു. കാരണം ഹി വാസ് ദ വാച്ചിങ് ഓഫീസർ. ഫ്രം ദർ ഹി കുഡ് വാച്ച് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ലെ ഹോള. അപ്പോൾ അവിടെ അദ്ദേഹമാണ് വാച്ചിങ് ഓഫീസർ. ഈ ബലൂൺ എങ്ങോട്ട് പോകുന്നു, എങ്ങനെ പോകുന്നു എന്നൊക്കെ വാച്ച് ചെയ്യുന്ന ആൾ അദ്ദേഹമാണ്, ലെഫ്റ്റനൻറ്റ് മല്ലറ്റാണ്. അപ്പോൾ അവിടെ നിന്നും അദ്ദേഹം ലെ ഹോളയുടെ മൂവ്മെൻ്റ് ഒക്കെ വാച്ച് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി അദ്ദേഹം ആദ്യം കയറുകയാണ് ചെയ്യുന്നത്. ദെൻ പാസഞ്ചേഴ്സ് ഗെറ്റ് ഇൻ ടു ദ ബലൂൺ. അങ്ങനെ പാസഞ്ചേഴ്സ് ബലൂണിലേക്ക് കയറുന്നു. ഓരോരുത്തരായിട്ട് അങ്ങനെ കയറുന്നു. ആദ്യം ലെഫ്റ്റനൻറ്റ് മല്ലറ്റ് കയറി, പിന്നീട് ബാക്കിയുള്ളവരും കയറി. ബിക്കോസ് ഓഫ് ഹെവി ലോഡ് പാട്രിക് റീസ് ഗോട്ട് ഔട്ട് ഫ്രം ദ ബാസ്ക്കറ്റ് വിത്തൗട്ട് ഗ്രേറ്റ് റിഗ്രറ്റ്. പക്ഷേ എല്ലാവർക്കും പോകാൻ കഴിയില്ല, കാരണം വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് പാട്രിക് റീസിന് കൊട്ടയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. വലിയ പ്രയാസവും ദുഃഖമൊന്നും ഇല്ലാതെ അദ്ദേഹം സമ്മതിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്നും ഇറങ്ങിപ്പോരുകയാണ് ചെയ്യുന്നത്. കാരണം ദീർഘദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്രയും വെയിറ്റ് വെച്ച് പോവുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പോൾ പ്രയാസകരം, ഒരു മനോവിഷമവും ഒന്നുമില്ലാതെ അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിത്ത് 1 stroke of knife മിസ്റ്റർ ജൂലിയറ്റ് കട്ട് ദ റോപ്പ് വിച്ച് ഹെൽഡ് ദ ബലൂൺ. അങ്ങനെ എല്ലാവരും ബലൂണിലേക്ക് കയറി. പുറത്തുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. കാരണം മുകളിൽ നിന്നും
മണൽ അവരുടെ തലയിലേക്ക് വീഴും, അതുകൊണ്ട് മാറിയൊക്കെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരൊറ്റ വെട്ടുകൊണ്ട്, കത്തി കൊണ്ട് ഒരൊറ്റ വെട്ടുകൊണ്ട് ജൂലിയറ്റ് ബലൂണിനെ ബന്ധിച്ചിരിക്കുന്ന കയറ് വെട്ടുകയാണ്. അങ്ങനെ ബലൂണിന് ഫ്രീഡം നൽകുന്നു. ബലൂൺ അങ്ങനെ മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. Soon the balloon began fly skyward and started to fly, glide and rise. അങ്ങനെ ബലൂൺ ആകാശത്തിലേക്ക് അങ്ങനെ ഉയർന്നു പൊങ്ങി പറക്കാൻ തുടങ്ങി. ഗ്ലൈഡ് ആൻഡ് റൈസ്, വൈദി, അങ്ങനെ ഉയർന്നുയർന്ന് ബലൂൺ പോകാൻ തുടങ്ങി. People below them began to applaud, shout with glee. താഴെ കാണാനുണ്ടായിരുന്ന ആയിരക്കണക്കിന് ആൾക്കാർ, നൂറുകണക്കിന് ആൾക്കാർ അവർ കൈയടിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ സന്തോഷം കൊണ്ട് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. The air balloon was sometimes rising and sometimes descending. എയർ ബലൂൺ, അതായത് കാറ്റ് നിറച്ച ഈ ബലൂൺ ചില സമയത്ത് ഉയരുന്നു, ചില സമയത്ത് താഴുന്നു. അപ്പോൾ മുകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയാസമയം ചിലപ്പോൾ ഉയരുന്നുണ്ട്, ചില സമയത്ത് താഴുന്നുണ്ട്. ഈ രൂപത്തിലാണ് ബലൂണിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഇവരെല്ലാവരും ഭൂമിയിൽ നിന്നുള്ള ടച്ചൊക്കെ വിട്ട് മുകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുമായിട്ട് അവർക്കൊരു ടച്ച് പോലും ഇല്ലാത്ത രീതിയിൽ. ദെൻ ദേ കുഡ് സീ ആൻഡ് ഹിയർ ഡിഫറെൻറ്റ് സൈറ്റ്സ് ആൻഡ് സൗണ്ട് ഫ്രം ദ ഹൈറ്റ്. അങ്ങനെ ഉയരത്തിൽ നിന്നും ഇവർ വ്യത്യസ്തമായ സൗണ്ടുകളും കാഴ്ചകളും കാണുന്നുണ്ടായിരുന്നു. റോട്ടിലൂടെ പോകുന്ന വാഹനത്തിൻ്റെ സൗണ്ട്, കുട്ടികളുടെ സൗണ്ട്, ഡ്രൈവേഴ്സിൻ്റെ സൗണ്ട്, ചാട്ടവാറടിയുടെ സൗണ്ട്, അതേപോലെ തന്നെ ട്രെയിനിൻ്റെ സൗണ്ട്, അതേപോലെ വ്യത്യസ്തമായ മനോഹരമായ കാഴ്ചകൾ, പാടങ്ങൾ, കീറിമുറിച്ചു പോകുന്ന റോഡുകൾ, അങ്ങനെ വ്യത്യസ്തമായ ഒരു കളേർഡ് മാപ്പ് പോലെ അവർക്ക് പാരീസ് നഗരം കാണപ്പെട്ടു. മുകളിൽ നിന്നും ഒരു പാച്ച് പോലെ അവർക്ക് കാണപ്പെട്ടു. അപ്പോൾ ഡിഫറെൻറ്റ് സൈറ്റ്സ് ആൻഡ് സൗണ്ട് അവർക്ക് മുകളിൽ നിന്നും കാണാൻ പറ്റി. അതേപോലെ തന്നെ സ്മെല്ല്, വ്യത്യസ്തമായ മണ്ണിൻ്റെ സ്മെല്ല് ഒക്കെ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റി ഉയരങ്ങളിൽ നിന്ന്. ഇൻ ദെയർ ജേണി ദേ സീസ് ബ്യൂട്ടിഫുൾ വ്യൂസ് ഓഫ് ദി എർത്ത് ലൈക്ക് എ കളേർഡ് മാപ്പ്. നമ്മൾ പറഞ്ഞു, ഒരു കളേർഡ് മാപ്പ് പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് എർത്തിൻ്റെ വ്യൂസ് അവർക്ക് മുകളിൽ നിന്നും കാണാൻ പറ്റി അവരുടെ യാത്രയിൽ. They were moving in the sky like a traveling and wandering world like the planet. പ്ലാനറ്റ് പോലെ, ഗ്രഹങ്ങളെപ്പോലെ അവർ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ലോകം പോലെ അവർ ആകാശത്തിലൂടെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകാശത്തിലൂടെ ബലൂണിലുള്ള ആൾക്കാർ ബലൂണും കൊണ്ട് അങ്ങനെ മൂവ് ചെയ്യുന്നു. അവർ പ്ലാനറ്റ് പോലെ, അതായത് ഗ്രഹങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞങ്ങനെ നടക്കുന്ന ഒരു ലോകം പോലെ അവർ ബലൂണിൽ അങ്ങനെ ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്നു. ദെൻ they watched the setting sun, rising moon and the rising sun. അങ്ങനെ ഉയരത്തിൽ നിന്ന് അവർ സൂര്യൻ്റെ അസ്തമയം കണ്ടു, അതേപോലെ തന്നെ ചന്ദ്രൻ്റെ ഉദയം കണ്ടു. അങ്ങനെ സൂര്യൻ്റെ ഉദയവും സൂര്യൻ്റെ അസ്തമയവും ഒക്കെ അവർ മുകളിൽ നിന്നും കാണുകയാണ്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത്, ചന്ദ്രൻ ഉയരുന്നത്, അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നത്, ഇതൊക്കെ ആ സമയത്ത് അവിടെ നിന്നും അവർ മനോഹരമായ കാഴ്ചയിലൂടെ കാണുന്നു. They could reach up to 2500 feet height. Then soon began to come down rapidly. അങ്ങനെ മാക്സിമം അവർ 2500 ഫീറ്റ് ഉയരത്തിലെത്തി. ഏകദേശം 2500 മീറ്റർ, 2.5 കിലോമീറ്ററോളം മീറ്റർ ഏകദേശം അവർ ഉയരത്തിലെത്തി. പിന്നീട് അവിടെ നിന്ന് നേരെ താഴാൻ തുടങ്ങി. പിന്നെ മുകളിലോട്ട് പോകാതെ കം ഡൗൺ റാപ്പിഡ്ലി, താഴോട്ട് സ്പീഡിൽ അങ്ങനെ വരാൻ തുടങ്ങി. ഫൈനലി ക്യാപ്റ്റൻ ജോവിസ് ഡയറക്റ്റഡ് ടു ഹാവ് എ ഫേവറബിൾ ലാൻഡിംഗ്. അവസാനം മനോഹരമായ ഒരു സുരക്ഷിതമായ ലാൻഡിങ്ങിന് ക്യാപ്റ്റൻ ജോവിസ് നിർദ്ദേശം നൽകി. ബലൂൺ മുകളിലേക്ക് പോകുന്നത് നിർത്തി, ഇനി താഴോട്ടാണ് പതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ലാൻഡിങ്ങിന് നിർദ്ദേശം നൽകി. അതിനുവേണ്ടി അവർ സ്ഥലം തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. The early racing peasants are waving their arms and crying to them. അപ്പോൾ ബലൂൺ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ എണീറ്റ കർഷകർ അവർക്ക് നേരെ കൈകൾ വീശി, എന്നിട്ട് അവർക്ക് നേരെ ആക്രോശിച്ചു, ശബ്ദം ഉണ്ടാക്കി. അതേപോലെ തന്നെ കൈകളൊക്കെ വീശി അവർ അന്തം വിട്ട് എന്താ സംഭവം എന്നറിയാതെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ നോക്കാം. മെല്ലറ്റ് ലീവ്സ് ഹിസ് നെറ്റ് ആൻഡ് റിട്ടേൺസ് ടു ദ ബാസ്ക്കറ്റ്. മെല്ലറ്റ് ആ നെറ്റ് വിട്ടു. വാച്ചിങ് ഓഫീസറായിരുന്നു അദ്ദേഹം. വലയിൽ നിന്നും കൊട്ടയിലേക്ക് ഇറങ്ങി, എന്നിട്ട് കൊട്ടയിലേക്ക് മടങ്ങി വരുന്നു. കാരണം അവർക്ക് ലാൻഡ് ചെയ്യണം. നെറ്റിൽ നിൽക്കുമ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള ലാൻഡിങ് സാധ്യമല്ല. ദേ വാണ്ടഡ് ടു ഡിസെൻഡ് വിത്തിൻ എ മിനിറ്റ് ഓർ ടു ബിക്കോസ് സീ ഈസ് എവരിവെയർ. പെട്ടെന്ന് അവർക്ക് 1-2 മിനിറ്റ് കൊണ്ട് അവർക്ക് ലാൻഡ് ചെയ്യേണ്ടി വന്നു, ഇറങ്ങേണ്ടി വന്നു. കാരണം എല്ലായിടത്തും സീയാണ്, കടലാണ്. ഒരു ഹൈവേ പോലെയായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ മഞ്ഞ് അവരെ അതിൽ നിന്നും
മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞുകൊണ്ട് അവർക്ക് കാണാൻ പറ്റിയിരുന്നില്ല. പെട്ടെന്നാണ് അവർ കണ്ടത്. അവർ കൊടിമരങ്ങളൊക്കെ കണ്ടു, കടലിനെ സൂചന നൽകുന്ന. പെട്ടെന്ന് കടലാണെന്ന് മനസ്സിലായി. അപ്പോൾ കടലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇറക്കം തുടങ്ങണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങണം എന്നവർ തീരുമാനിച്ചു. ലാൻഡിങ് എത്രയും പെട്ടെന്ന് സാധ്യമാവണം. വിത്ത് എ സ്ലാഷ് ഓഫ് നൈഫ് മല്ലറ്റ് കട്ട് ദ കോഡ് ഓഫ് ദി ആങ്കർ. അങ്ങനെ ഒരൊറ്റ വെട്ടുകൊണ്ട് മല്ലറ്റ് ആങ്കർ നങ്കൂരം ബന്ധിച്ച് വെച്ചിരിക്കുന്ന കയറ് മോചിപ്പിക്കുന്നു. കയറ് നങ്കൂരം ഫ്രീ ആക്കുന്നു. ഒറ്റ വെട്ടുകൊണ്ട് നങ്കൂരം ഫ്രീ ആക്കി ആ കയറ് അറുത്തു. വിത്ത് എ സ്ട്രോങ് ഷോക്ക് ആൻഡ് ഷെയ്ക്ക് ദ ആങ്കർ ഹാസ് ടേക്കൺ ഓൾഡ്. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഒരു ഷെയ്ക്ക്, ഒരു ഇളക്കത്തോടു കൂടി ആ ആങ്കർ എവിടെയോ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ആങ്കർ പിടിച്ചിട്ടുണ്ട്. ബൗൺസിങ് അപ്പ് ആൻഡ് ഡൗൺ ദ ബാസ്ക്കറ്റ് സെറ്റിൽഡ് ഓൺ ദ ഗ്രൗണ്ട്. ദെൻ ബൗൺസിങ് അപ്പ് ആൻഡ് ഡൗൺ ദ ബാസ്ക്കറ്റ് സെറ്റിൽഡ് ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ നിലത്ത് തട്ടിയിട്ട് ബൗൺസ് ചെയ്ത് മുകളിലേക്കും താഴോട്ടും ബൗൺസ് ചെയ്തിട്ട് അവസാനം ഗ്രൗണ്ടിൽ ബലൂണ് ബാസ്ക്കറ്റ് സെറ്റിലായി. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് ബലൂൺ അവസാനം ഗ്രൗണ്ടിൽ സെറ്റിൽ ചെയ്തു. ലാൻഡിങ് പൂർണ്ണമായി. ബലൂൺ സ്ട്രഗിൾസ് മാഡ്ലി ലൈക്ക് എ വൗണ്ടഡ് ബീസ്റ്റ്. അങ്ങനെ ബലൂണ് ഒരു വൗണ്ടഡ് ബീസ്റ്റിനെ പോലെ, മുറിവേറ്റ മൃഗത്തെ പോലെ ഭ്രാന്തമായിട്ട് അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. കാരണം എയർ അങ്ങനെ പുറത്തേക്ക് പോകുന്നു, ശക്തമായിട്ട് പുറത്തേക്ക് തള്ളുകയാണ്. ആ സമയത്ത് ഒരു വൗണ്ടഡ് ബീസ്റ്റിനെ പോലെ ബലൂൺ അങ്ങനെ ഇളകിക്കൊണ്ടിരുന്നു. At last the wonderful balloon journey landed 3:15 in the morning. അങ്ങനെ ഈ മനോഹരമായ ബലൂൺ ജേണി 3:15 അവസാനിച്ചു. ലാൻഡ് ചെയ്തു. രാത്രി 3:15 അവസാനിച്ചു. ഏകദേശം വൈകിട്ട്, തലേ ദിവസം വൈകിട്ട് തുടങ്ങിയ ബലൂൺ ജേണിയാണ്. അങ്ങനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെസൻസ് ദേ പാക്ക്ഡ് അപ്പ് ഓൾ ദെയർ മെറ്റീരിയൽസ് ആൻഡ് ക്യാരി ഇറ്റ് ടു ദ സ്റ്റേഷൻ അറ്റ് ഹേസ്റ്റ്. അങ്ങനെ ബെൽജിയത്തിലെ ഹോസ്പിറ്റബിൾ ആൻഡ് അക്കോമഡേറ്റിംഗ് പെസൻസിൻ്റെ സഹായത്തോടുകൂടെ എല്ലാ മെറ്റീരിയൽസും അവർ പാക്ക് ചെയ്തു. എന്നിട്ട് തൊട്ടടുത്ത സ്റ്റേഷനായ ഹേസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒക്കെ അവർ ചുമന്ന് കൊണ്ടുപോയി. അവർ യാത്ര അവസാനിപ്പിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അറ്റ് 20 minutes past 8 ദേ ടേക്സ് ദ ട്രെയിൻ ഫ്രം പാരീസ്. അങ്ങനെ പാരീസിൽ നിന്നും അവർ ട്രെയിൻ പിടിച്ചു. 8:20 20 minutes past 8 8:20 ട്രെയിൻ അവർ നേരെ പാരീസിലേക്കുള്ള ട്രെയിൻ പിടിച്ചു. അവിടെ നിന്നും യാത്രയായി. പാസഞ്ചേഴ്സ് താങ്ക്ഡ് ക്യാപ്റ്റൻ ജോവിസ് ഫോർ എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഈ വണ്ടർഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ യാത്രക്ക് പാസഞ്ചേഴ്സ് എല്ലാവരും ക്യാപ്റ്റൻ ജോവിസിന് നന്ദി പറഞ്ഞു. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുകളിൽ നിന്ന് പല മനോഹര കാഴ്ചകളും അവർക്ക് കാണാൻ പറ്റി. അതിനവർ പാസഞ്ചേഴ്സിന് നന്ദി പറഞ്ഞു. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ജേണി. മനോഹരമായൊരു യാത്രയായിരുന്നു. സൂര്യൻ്റെ ഉദയവും സൂര്യൻ്റെ അസ്തമയവും ചന്ദ്രൻ്റെ ഉദയവും ഒക്കെ അവർക്ക് കാണാൻ പറ്റി. ഏകദേശം 2.5 കിലോമീറ്ററോളം മുകളിലേക്ക് അവർക്ക് പറക്കാൻ പറ്റി. അവിടെ നിന്ന് മനോഹരമായ കാഴ്ചകൾ കണ്ടു. ഇതിനൊക്കെ അവർ ക്യാപ്റ്റൻ ജോവിസിന് നന്ദി പറഞ്ഞു. അങ്ങനത്തെ ബ്യൂട്ടിഫുള്ളായ ഒരു യാത്രയായിരുന്നു ദ ട്രിപ്പ് ഓഫ് ലെ ഹോളയിൽ അവർ നടത്തിയത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദ ട്രാവൽ എസ്സേ ഓർ ട്രാവൽ എക്സ്പീരിയൻസ് ദ ട്രിപ്പ് ഓഫ് ലെ ഹോള. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ട്രാവൽ എസ്സേ ചോദിക്കാറുണ്ട്, ബലൂണിൻ്റെ ട്രാവൽ എസ്സേ ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ട്രാവൽ എസ്സേ നിങ്ങളോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ട്രാവൽ എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ലൈവ് ടി വി റിപ്പോർട്ട്, ഈ ട്രിപ്പ് ഓഫ് ലെ ഹോളയുടെ ടേക്ക് ഓഫ്, ലെ ഹോളയുടെ ലാൻഡിങ്, ഇതൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ഡൂസ് ആൻഡ് ഡോൺസ്.